ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു ബർഗറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബണ്ണാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും, കുറച്ച് കട്ടിയിൽ തന്നെ വേണം, അല്ലെങ്കിൽ ബ്രെഡാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ള കാരണം കൊണ്ട് ഞാൻ ഒരെണ്ണേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിലോട്ട് കുറച്ച് ബട്ടർ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെജ് മയോണൈസാണ്. വെജ് മയോണൈസ് ഒരു ബ്രെഡിൻ്റെ മുകളിലോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡിൽ ബട്ടറും ഒരു ബ്രെഡിൽ മയോണൈസുമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മുട്ടയുടെ ആംപ്ലേറ്റ് നമ്മളിതാ തയ്യാറാക്കിയത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള, അതുപോലെ കുക്കുംബർ, തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ലൈസായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കിയിരുന്നു. ആ ഒരു കട്ട്ലേറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു ബ്രെഡ് നമ്മൾ ബട്ടർ തേച്ച് വെച്ചത് ഒന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. ബട്ടറൊക്കെ അത്യാവശ്യം മെൽറ്റായിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബർഗർ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന. സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് മയോണൈസൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബ്രെഡിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്കൊരു മയോണൈസിൻ്റെ പാക്കറ്റ് ഫ്രീ കിട്ടി. അതുപോലെ ഈസ്റ്റർ തയ്യാറാക്കിയ കട്ട്ലേറ്റ് ഉണ്ട്. എല്ലാം കൂടി ചേർന്നപ്പോൾ കരുതി കയ്യിലുള്ള ചേരുവകൾ വെച്ച് ഒരു ബർഗർ തയ്യാറാക്കാം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.